അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വുജൂഹുൻ യൗമഇദിൻ നാഇമ ലിസഈഹാ റാളിയ ഫീ ജന്നത്തിൻ ആലിയ ലാ തസ്മഉ ഫീഹാ ലാഇയ. ഏറെ പ്രിയം നിറഞ്ഞവരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിചാരണയെക്കുറിച്ചൊക്കെ പറയുണ്ടായി. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ വിചാരണയൊക്കെ കഴിഞ്ഞു. അങ്ങനെ വിചാരണയൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് വിഭാഗം ആളുകളാക്കിയിട്ട് മാറ്റപ്പെടും. ഒരു വിഭാഗം ആളുകൾ നരകത്തിലേക്ക് പോകുന്നവരായിരിക്കും. വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ ഹത്താ ഇദാ ജാഊഹാ ഫുതിഹത് അബ്വാബുഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നരകത്തിലേക്കൊരു കൂട്ടരെ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് കൊണ്ടുപോകും. അങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് കൊണ്ടുപോയിട്ട് അവിടെ എത്തുമ്പോൾ നരകത്തിൻ്റെ വാതിലിങ്ങനെ അവർക്ക് വേണ്ടി തുറന്നു കിടക്കുന്നുണ്ടാവും. അവരെ കാത്തിരിക്കുകയായിരിക്കും. ആ തുറന്നു കിടക്കുന്ന വാതിലിലേക്ക് ഇവരെ ഒന്നിച്ച് കൊണ്ടുപോകും. അപ്പോൾ അവിടെ കാവൽക്കാരായ മലക്കുകളുണ്ടാകും. അവരവരോട് ചോദിക്കും, നിങ്ങളുടെ അടുത്തേക്ക് പ്രവാചകന്മാർ വന്നിരുന്നില്ലേ? നിങ്ങളടുത്തേക്ക് അത്തരം നല്ല കാര്യങ്ങൾ, നരകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും അള്ളാഹിനെക്കുറിച്ചൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളും സന്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? അവർ പറയും, കിട്ടിയിരുന്നു, പക്ഷെ ഞങ്ങളതൊന്നും കാര്യമാക്കിയില്ല, ഞങ്ങളതൊന്നും ശ്രദ്ധിച്ചില്ല. അപ്പോൾ അവരോട് പറയും, എങ്കിലിതാ ഈ നരകം നിങ്ങൾക്കുള്ളതാണ്, ഇതിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറഞ്ഞിട്ട് ആ നരകത്തിലേക്ക് അവരെ തള്ളിയിടുന്നതാണ്. നരകം എന്ന് പറഞ്ഞാൽ എന്താ? കത്തിയാളുന്ന തീയാണ്. ഖുർആനിൻ്റെ ഒരുപാട് ഇടങ്ങളിൽ അതിനെ ധാരാളമായിട്ട് വിവരിക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, ചൂട് എന്ന് പറയുന്നത് നമുക്ക് ഈ ലോകത്തുള്ള ചൂട് തന്നെ സഹിക്കാൻ നമുക്ക് കഴിയില്ല അല്ലേ? നമ്മളിപ്പോൾ ഒരു തീ ഇങ്ങനെ കത്തിച്ചിട്ട് അതിൽ നമുക്ക് കൈവെക്കാൻ കഴിയും. എത്ര സമയം നമ്മൾ കൈവെക്കും? കുറച്ച് 2-3 സെക്കൻഡ് വെക്കാൻ പോലും നമുക്ക് കഴിയില്ല. അത്രയും ചൂടായിരിക്കും അല്ലേ? പൊള്ളിപ്പോകും. അപ്പോൾ ഈ ഭൂമിയിലെ ചൂടിൻ്റെ എത്രയോ ഇരട്ടി, ഒരുപാട് ഇരട്ടി ചൂടുള്ളതായിരിക്കും നരകത്തിൻ്റെ തീ എന്ന് പറയുന്നത്. അതിലേക്ക് ചെന്ന് ചാടുന്നവരെയൊക്കെ അത് കരിച്ചു കളയുന്നതാണ്. അപ്പോൾ പൊള്ളുന്ന ചൂടായിരിക്കും അവിടെ എന്നാൽ പിന്നെ ഒരു പ്രാവശ്യം പൊള്ളി തീർന്ന കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചാൽ അതും പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഒരാൾ അതിൽ കത്തി അമരുമ്പോൾ വീണ്ടും അവർക്ക് തൊലികൾ ഉണ്ടാകുന്നതാണ്. അങ്ങനെ വീണ്ടും അത് കത്തും, അങ്ങനെ വീണ്ടും തൊലികളുണ്ടാകും, വീണ്ടും കത്തും. ആ വേദന ഇങ്ങനെ വീണ്ടും വീണ്ടും അവരനുഭവിക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ അവരിങ്ങനെ ചൂടനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ അള്ളാഹിനോട് പറയും, അള്ളാഹുവെ കുറച്ച് വെള്ളം ഞങ്ങൾക്ക് തരണം, കുറച്ച് വെള്ളം തരൂ എന്ന് പറഞ്ഞിട്ട് അവർ കരയും. അപ്പോൾ അവർക്ക് കുറച്ച് വെള്ളം കൊടുക്കും. ആ വെള്ളം എന്തായിരിക്കും? ചൂടുള്ള വെള്ളമായിരിക്കും, ഈ തീയിനേക്കാൾ ചൂടായിരിക്കും. ആ വെള്ളം കുടിക്കാനായിട്ട് അവരുടെ ഇങ്ങനെ ഉയർത്തുമ്പോൾ യഷ്ഫിൽ വുജൂ എന്നാണ് പറഞ്ഞത്, മുഖം കരിച്ചു കളയുന്ന ചൂടായിരിക്കും എന്നാണ്. അതുപോലെ മലിനമായ വസ്തുക്കൾ അതൊക്കെ ആയിരിക്കും. അവർക്കവിടെ തണുപ്പുണ്ടാവില്ല. തണുപ്പോ അത്തരത്തിലുള്ള ഒരു സുഖമോ സൗകര്യമോ ഒന്നും കിട്ടൂല. ഭക്ഷണം ഉണ്ടാവില്ല. ഉള്ള ഭക്ഷണം എന്താണ്? ലൈസലഹും ത്വആമുൻ ഇല്ലാ മിൻ ളരിയ എന്ന് പറയുന്നത്. വരിയ പറഞ്ഞാൽ മുള്ള് പോലുള്ള വസ്തുക്കളായിരിക്കുന്ന. ആ മുള്ള അവർ കിട്ടുമ്പോൾ തിന്നാൻ നോക്കും, തിന്നാൻ കഴിയൂല. തിന്നാൽ തന്നെ അത് അവരുടെ ശരീരത്തിൽ പിടിക്കൂല. അത്രയും പ്രയാസകരായിരിക്കും. നരകത്തിൽ പലതരം ശിക്ഷകളുണ്ടാകും. അതിനൊരുപാട് തട്ടുകളുണ്ടാകും. ഓരോരുത്തരും ചെയ്ത തെറ്റുകൾ പാപങ്ങൾക്കൊക്കെ അനുസരിച്ച് പലതരം തട്ടുകളായിട്ട് ഒരുപാട് കാലം ഓരോരുത്തരും ചെയ്ത തെറ്റുകൾക്കനുസരിച്ച് ഒരുപാട് ശിക്ഷകൾ ആ നരകത്തിൽ അവരിങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ അവരിങ്ങനെ ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു കൂട്ടരായിരിക്കും. അവർക്കത് കിട്ടേണ്ടതായിരിക്കും. കാരണം എന്താ? അവർ ദുനിയാവിൽ അത്രയും തെറ്റ് ചെയ്തവരായിരിക്കും, തിന്മകൾ ചെയ്തവരാണ്, അക്രമം ചെയ്തവരാണ്. ഓർക്കാർക്കും ഞങ്ങൾ എന്തിനാണിത് ശിക്ഷിക്കപ്പെടുന്നത് എന്നൊരു ബേജാറുണ്ടാവില്ല. കാരണം എന്താ? ഓരോ പുസ്തകം കൊടുത്തിട്ടുണ്ടാവും അല്ലാഹു. ആ പുസ്തകം വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഈ ശിക്ഷയൊക്കെ ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ജസാഅം വിഫാഖ എന്നാണ്. അതായത് ഓർക്ക് യോജിച്ച പ്രതിഫലമാണത്. ഒരു ചെയ്ത തെറ്റുകൾക്കൊക്കെ ഉള്ള പ്രതിഫലമാണത്. അതേസമയം അപ്പുറത്തൊരു കൂട്ടരുണ്ടാവും, വസീഖല്ലദീന തഖൗ ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ. ഒരു കൂട്ടർ മറ്റൊരു കൂട്ടർ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകും. അതിൻ്റെ മുമ്പിൽ ആരുണ്ടാകും? അള്ളാഹിൻ്റെ റസൂലുണ്ടാകും, അമ്പിയാക്കളുണ്ടാകും, സ്വഹാബത്തുണ്ടാകും, നമ്മളൊക്കെ പ്രിയപ്പെട്ടവരെന്ന് കരുതുന്ന ആളുകളുണ്ടാകും.
അവരൊക്കെ ഒരു വലിയ സംഘമായിട്ട് ആ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോവായിരിക്കും. അപ്പോൾ ആ സ്വർഗത്തിന് ഒരുപാട് വാതിലുകൾ ഉണ്ടാകും. ഇവർ ചെല്ലുന്ന സമയത്ത് അത് ഇങ്ങനെ തുറന്നു കൊടുക്കുന്നതാണ്. അങ്ങനെയുള്ള നമ്മളിപ്പോൾ വലിയ വലിയ ഹോട്ടലുകൾക്കൊക്കെ പോയാൽ അവിടെ അങ്ങനെ ഗേറ്റിൻ്റെ അവിടെ ഒരാളുണ്ടാവും അല്ലേ, ഡോറിൻ്റെ അവിടെ. നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ അങ്ങനെ തുറന്നു തരും. അതൊരു ആദരവാണ്, ഒരു ബഹുമാനമാണ്. അങ്ങനെ ബഹുമാനാർത്ഥം അവർ ആ മലക്കുകൾ എന്ത് ചെയ്യും, ഇവരെ സ്വാഗതം ചെയ്തിട്ട് വാതിലിങ്ങനെ തുറന്നു കൊടുക്കുന്നതാണ്. സ്വർഗത്തിന് കുറേ വാതിലുകളുണ്ട് എന്നാണ്. സ്വർഗത്തിന് 8 വാതിലുണ്ട് എന്നൊക്കെ പറയുന്ന പല ഹദീസുകളും കാണാൻ കഴിയും. അതായത് ബാബു സ്വലാത്ത്, ബാബുൽ ഹജ്ജ്, ബാബുൽ ദിക്ർ, ബാബുൽ ജിഹാദ്, ബാബു ബിറുൽ വാലിദൈനി, ബാബു റയ്യാൻ. റയ്യാൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. റയ്യാൻ എന്ന് പറഞ്ഞാൽ എന്താ, അത് നോമ്പ് നോൽക്കുന്നവർക്കുള്ള പ്രത്യേക വാതിലാണ് അല്ലേ. അപ്പോൾ എന്തിനാ അങ്ങനെ കുറേ വാതിൽ? ഇത് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്ത നന്മ ഏതാണോ അതിനനുസരിച്ച് ആ വാതിലിലൂടെ അവരെങ്ങനെ പ്രവേശിപ്പിക്കുന്നതാണ്. അപ്പോൾ ചിലർക്ക് നിസ്കാരമായിരിക്കും ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും, ബാക്കിയൊക്കെ ഉണ്ടാവണം. അതേസമയം കൂടുതൽ അവർ ശ്രദ്ധിച്ചതായിരിക്കും. അപ്പോൾ ആ വാതിലിലൂടെ കയറ്റും. മാതാപിതാക്കൾക്ക് സുഹൃതം ചെയ്ത ആളുകളുണ്ടാവും, നന്മ ചെയ്ത ആളുകൾ അല്ലേ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് അങ്ങനെ ഒരു വാതിലുണ്ടാവും. ആ വാതിലിലൂടെ അവരെങ്ങനെ സ്വാഗതം ചെയ്ത് സ്വീകരിച്ച് കൊണ്ടുപോകുന്നതാണ്. ചില ആളുകളോട് അള്ളാഹ് പറയും, ഏത് വാതിലിലൂടെയും കയറിക്കോളി, കാരണം എല്ലാ നന്മയുള്ളവരായിരിക്കും, അവർക്ക് ഇഷ്ടമുള്ള വാതിൽ കൂടെ കയറാൻ പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ വാതിലുകൾ ഉണ്ടാവും. അവരങ്ങനെ ആ വാതിലുകളിലൂടെ മലക്കുകളുടെ ആശീർവാദമൊക്കെ വാങ്ങിയിട്ട് സ്വർഗത്തിലേക്ക് അങ്ങ് കയറും. അതിലേക്കങ്ങ് കാലെടുത്ത് വെക്കുന്നതോടെ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അതൊക്കെ ഒന്ന് മറന്നു പോകുന്നതാണ്. അത്രയും സുഖതായിരിക്കും സ്വർഗത്തിൽ. സ്വർഗം എന്ന് പറയുന്നത് എന്താ, അത് അനശ്വരമായൊരു ലോകമാണ്, അവസാനിക്കാത്തതാണ്. അവിടെ ദുഃഖമുണ്ടാവില്ല, പ്രയാസം ഉണ്ടാവില്ല, സങ്കടം ഉണ്ടാവില്ല, നഷ്ടം ഉണ്ടാവില്ല, ഒരു കുറവുണ്ടാവില്ല, ഒരു രോഗം ഉണ്ടാവില്ല, മരണവുമില്ലാത്തൊരു ലോകമായിരിക്കും. സന്തോഷം മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. അവിടെ ഒരുക്കി വെച്ച സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്. ഫീഹ ഐനുൻ ജാരിയ ഫീഹാ സുറുറും മർഫൂഅ വഅക്വാബും മൗദൂഅ വനമാരികു മസ്ഫൂഫ വസറാബിയു മബ്സൂസ. ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളുണ്ടാകും, നിരത്തിവെച്ച ചഷകങ്ങളുണ്ടാകും. ചഷകം എന്ന് പറഞ്ഞാൽ നിറച്ചു വെച്ച ജ്യൂസുകളും പാനീയങ്ങളൊക്കെ ഉണ്ടാകും അവിടെ, കുടിക്കാനും അതുപോലെ കഴിക്കാനും ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ. മറ്റു പല സൂറത്തുകളിലും ഇഷ്ടമുള്ള പഴങ്ങളുണ്ടാകും, ഇഷ്ടമുള്ള ആഹാരങ്ങളുണ്ടാകും. അതുപോലെ തന്നെ അവരാഗ്രഹിക്കുന്നതെല്ലാം അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ടാകും, തണലുണ്ടാകും. മുത്തഖിഈന ഫീഹാ അലൽ അറായിക് ലാ യറൗന ഫീഹാ ശംസം വലാ സംഹരീറാ വദാനിയതൻ അലൈഹിം ളിലാലുഹാ വദുല്ലിലത് ഖുതൂഫുഹാ തദ്ലീലാ. അങ്ങനെ ചാരിയിരിക്കാന്നാണ്. ചാരിയിരിക്കുന്ന സോഫകളുണ്ടാകും അവിടെ. അവർ ചൂടുണ്ടാവില്ല, ഭയങ്കര തണുപ്പുണ്ടാവില്ല, വളരെ സന്തോഷമുള്ള ഒരു കാലാവസ്ഥ ആയിരിക്കും. പഴങ്ങളൊക്കെ ഇങ്ങനെ പറിക്കാൻ പാകത്തിൽ ഇങ്ങനെ മരങ്ങളിൽ നിന്ന് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ടാകും. നമുക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളും ആയിട്ടൊക്കെ പലരും നമ്മളുടെ അടുത്തുകൂടെ അങ്ങനെ വരുന്നുണ്ടാകും. ഇങ്ങനെ ഭയങ്കര സന്തോഷമുള്ള ഒരു ലോകമാണ് സ്വർഗം എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹു സ്വർഗത്തെക്കുറിച്ചൊക്കെ ഈ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരികയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ പഴങ്ങൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരിക, ഓറഞ്ചും ആപ്പിളും മുന്തിരിയും മുസമ്പിയും അതുപോലെ വത്തക്കയും നമുക്കറിയാവുന്ന പഴങ്ങളായിരിക്കും അല്ലേ. നല്ല ഭക്ഷണം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്താ, ബിരിയാണിയും മന്തിയും മൽഹൂത്തും അതുപോലെ ഷവർമ്മയും അൽഫാമും ഐസ്ക്രീമും സദ്യയും ഇങ്ങനെ പൊറാട്ടയും ചിക്കനും ബീഫും അങ്ങനെ നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ടാവും അല്ലേ. പക്ഷെ ഇതൊന്നാവില്ല സ്വർഗത്തിൽ. ഇതൊക്കെ ഈ ദുനിയാവ് കിട്ടുന്ന സാധനമല്ലേ. പരലോകത്ത് ഇതിനേക്കാൾ നല്ല വിഭവങ്ങളായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദല്ലാഹു ലി ഇബാദിഹി മാല ഐനുൻ റഅത്ത്. ഇതുവരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ നല്ല മനോഹരമായ സ്ഥലങ്ങൾ കാണില്ലേ, ഭയങ്കര അടിപൊളി വ്യൂ ഉള്ള നാച്ചുറുള്ള സ്ഥലങ്ങളൊക്കെ കാണും. അത് നമ്മൾ കണ്ട കാഴ്ചയാണ്. അപ്പോൾ റസൂൽ പറയാണ്, ഇതുവരെ ഒരു കണ്ണും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ദുനിയാവിൽ നമ്മൾ കണ്ട കാഴ്ചകളൊന്നുമല്ല കാഴ്ച. പരലോകത്ത് സ്വർഗത്തിൽ അതിനേക്കാൾ മനോഹരമായിരിക്കും. വല ഉദുനുൻ സമിഅത്ത്, ഒരു ചെവിയും ഇതുവരെ കേട്ടിട്ടില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ചിലരൊക്കെ പോയ സ്ഥലങ്ങളെക്കുറിച്ചും പോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയില്ലേ, അവിടെ അതുണ്ട് ഇവിടെ അതുണ്ട് ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയില്ലേ. അപ്പോൾ റസൂൽ പറയാണ്, ഇതുവരെ നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ പോലും അവിടെ ഉണ്ടാവുന്നതാണ്. വല ഖത്തറ ഫി ഖൽബി ബഷർ, ഒരാളുടെ ഭാവനയിൽ ഇമാജിനേഷനിൽ പോലും കാണാൻ പറ്റാത്ത കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ എന്താ ഉള്ളത്, നമ്മളിപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്യാം,
നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കാര്യം ഇമാജിൻ ചെയ്യാം, ഏറ്റവും നല്ല അടിപൊളി ഒരു സംഗതി ഇമാജിൻ ചെയ്താൽ അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ലേ. അപ്പോൾ റസൂൽ പറയാം, നമ്മൾ എത്ര ഇമാജിൻ ചെയ്താലും ഭാവനയിൽ കണ്ടാലും അതിൻ്റെ അപ്പുറത്താണ് എന്ത്, സ്വർഗം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്രയും അടിപൊളിയായിട്ടുള്ള കാരണം ഈ ദുനിയാവും ഈ വലിയ പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ച പടച്ചോന് അതിനേക്കാൾ മനോഹരമായ ഒരു ലോകം സ്വർഗം സൃഷ്ടിച്ച് വെച്ചേക്കാണ്. നമുക്കൊക്കെ അത് കിട്ടണമല്ലേ. ആ സ്വർഗത്തിലെ വേറെ അനുഗ്രഹം എന്താ, നമ്മളുടെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ ഈ ലോകത്ത് കണ്ടിട്ടില്ലാത്ത കുറേ ആളുകൾ ഉണ്ടാവില്ലേ, നമ്മൾ കാണണമെന്ന് ആഗ്രഹിച്ച കുറേ ആളുകൾ, അവരൊക്കെ നമുക്ക് കാണാം. നമ്മളുടെ പ്രിയപ്പെട്ടവരെയും കാണാം. അപ്പോൾ നമ്മളെ അപ്പനെ കണ്ടു, നമ്മുടെ വല്യപ്പാനെ കണ്ടിട്ടുണ്ടാവും. വല്യപ്പാൻ്റെ അപ്പനെ കണ്ടവരാരാ, കുറച്ച് പേരൊക്കെ ചിലപ്പോൾ വല്യാപ്പാൻ്റെ അപ്പനെ കണ്ടിട്ടുണ്ടാവും. വല്യാപ്പാൻ്റെ ഉപ്പൻ്റെ ഉപ്പനാരും കണ്ടിട്ടുണ്ടാവും, അവരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. പക്ഷെ അവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ജീവിച്ചു പോയിട്ടില്ലേ. ഇനിയിപ്പോൾ നമ്മൾ വലുതായി, നമുക്ക് മക്കളായി, പേരക്കുട്ടികളായി, നമ്മൾ മരിച്ചു പോകും. പക്ഷെ ആ പേരക്കുട്ടികൾക്കും പിന്നെയും മക്കളായി പേരക്കുട്ടികളായി ഇങ്ങനെ അവർ ജീവിക്കുന്നുണ്ടാവും. അവരൊന്നും നമുക്ക് കാണാൻ ഭാഗ്യം ഉണ്ടാവില്ല, പക്ഷെ അവരൊക്കെ നമുക്ക് സ്വർഗത്തിലുണ്ടെങ്കിൽ കാണാമല്ലോ. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് കാണാത്ത, നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അതിനേക്കാളൊക്കെ അപ്പുറം ഒന്നുണ്ട്, അതെന്താ, പടച്ചോനെ കാണുക എന്നുള്ളതാണ്. നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിക്കുന്ന, നമുക്ക് കണ്ണ് നൽകിയ, നമുക്ക് കാഴ്ച നൽകിയ, നമുക്ക് ബുദ്ധി നൽകിയ, നമ്മളെ മനുഷ്യനാക്കിയ, നമുക്ക് സ്വർഗമടക്കമുള്ള ജീവിതം ഒരുക്കി തന്ന പടച്ചോനുണ്ട്. ആ പടച്ചോനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. പടച്ചോനിലേക്ക് നോക്കാൻ, പടച്ചോനെ കാണാൻ ആ സ്വർഗത്തിൽ നമുക്കൊരവസരം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത്രയും സുന്ദരമായൊരു ലോകം നമുക്ക് മുന്നിലുണ്ട്. അത് വെറുതെ കിട്ടൂല. നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം, അതിനുള്ള നന്മകൾ ഉണ്ടാവണം. ആ നന്മകൾ എങ്ങനെ നേടിയെടുക്കാം എന്നതാണ് നമ്മൾ ഇത്തരം ക്ലാസ്സുകളിലൂടെയും മറ്റുമൊക്കെ നമ്മൾ കേൾക്കുന്നത്. അത് നമ്മൾ കേൾക്കുക മാത്രമല്ല, നമ്മുടെ ലൈഫിലുണ്ടാവണം. ലൈഫിൽ നമ്മൾ ചേർത്ത് വെക്കുക. നമ്മൾ മാത്രമല്ല, നമ്മളുടെ പ്രിയപ്പെട്ടവർ, നമ്മളുടെ ഉമ്മയും ഉപ്പയും, നമ്മളുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും, നമ്മുടെ കസിൻസും ഒക്കെ നമുക്ക് സ്വർഗത്തിലുണ്ടാവണം. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നമുക്ക് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. അള്ളാഹു നമ്മളെ അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.